എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിൾ ആണ്. യെസ് സർ കാണാം. സോ നമ്മൾ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്വയം CRM കുറിച്ചാണ്. സ്വയം CRM ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിന്റെ ക്രെഡൻഷ്യൽസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ മീറ്റിംഗില്? മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഉപകാരമായിരുന്നു. ഓക്കെ, അശ്വതി, ആ ക്രെഡൻഷ്യൽസ് കിട്ടാത്ത ആളുകളുടെ ആ ഇഷ്യൂസ് ഒന്ന് സോർട്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് സാറിന് എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്താണെങ്കിലും ഒരു ഓവർവ്യൂ പറയാം. നമ്മുടെ CRM കുറിച്ച്, CRMന്റെ യൂസും കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രീൻബിൽഡ് ഇന്റർനാഷണൽ സ്വയം എന്ന് പറയുന്ന ഒരു CRM എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ഒരു ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ ആള് പല മേഖലയിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. അതായത് റൺ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഫിനാൻസ് പാർട്ട് വർക്ക് ചെയ്യണം, നമ്മുടെ സ്റ്റാഫിന്റെ സാലറിയുടെ സൈഡ്, സ്റ്റാഫ് മാനേജ്മെന്റ്, പിന്നെ അതേപോലെ നമ്മുടെ പുതിയ ലീവ്സ് മാനേജ്മെന്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇത് ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഏരിയയിലെല്ലാം കൃത്യമായി നമ്മൾ മാനുവലി ചെയ്യാൻ പറ്റത്തില്ല. ഉപയോഗിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സിംഗിൾ ക്ലിക്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്ത് മാനേജ് ചെയ്യാം. സ്റ്റാഫിന്റെ അറ്റൻഡൻസ് ആയിക്കോട്ടെ, സ്റ്റാഫായിട്ട് ബന്ധപ്പെട്ട A to Z സർവീസ്, അതിന്റെ ലൈക്ക് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നു. പക്ഷെ അതിന് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലേ ആ കാര്യങ്ങൾ അവിടെ നടക്കുള്ളൂ. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ കാര്യം ഉപയോഗിക്കണം, അതിനെ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പം ഗ്രീൻബിൽഡ് ഇന്റർനാഷണലിന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ, കാര്യങ്ങൾ, പ്രൊഡക്ട്സ്, അതിനെ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ യു ഷുഡ് എൻഷുർ ആ സിസ്റ്റം നിങ്ങളുടെ ഓഫീസുകളിൽ റൺ ചെയ്യുന്നുണ്ടെന്ന്. ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് CRM ആണ്. ഇത് നമ്മൾ എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വർക്ക് മാനേജ്മെന്റിനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ചെറിയ കമ്പനികൾ, അതായത് സ്മോൾ സ്റ്റാർട്ടപ്സ് മുതൽ MNCs വരെ CRM ബേസ് ചെയ്തിട്ടാണ് അവരുടെ കമ്പനിയും കാര്യങ്ങളും എല്ലാം ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ടെക്നോളജിക്കൽ സൊല്യൂഷൻ ഹെൽപ്പ് ബിസിനസ് മാനേജ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓർഗനൈസ്ഡ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കൊരു ഓർഗനൈസ്ഡ് വേ ആയിട്ട്, അതായത് ഓർഗനൈസേഷനെ ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്യാനാണ് ശരിക്കും CRM നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ വർക്ക് ഫ്ലോയും ഒരു പ്രോസസ് നമ്മുടെ കമ്പനിയിൽ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സ്, അതായത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് നടക്കേണ്ടത്, അങ്ങനെ ഓരോ ബിസിനസ് പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ CRM ഉപയോഗിച്ച് നമുക്ക് നടക്കും. പിന്നെ സെയിൽസ് ആൻഡ് ലീഡ് ജനറേഷൻ നമ്മുടെ സിസ്റ്റത്തിലൂടെ നടക്കുന്നത്. മറ്റേതെന്താ, നമുക്ക് ഒരു ലീഡ് കിട്ടി, നമ്മൾ ഇപ്പൊ വിളിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ആളെ കിട്ടി, അത് വിളിച്ചു. അതിന് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കൊരു പ്രോപ്പർ ഡാറ്റാ ബേസോ ഒരു പ്രോപ്പർ സിസ്റ്റമോ നമ്മൾ ഇതിന് പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് നമുക്കൊന്നുമില്ല. ആകെപ്പാടുള്ളത് കുറെ സ്ഥലത്ത് നിന്ന് കിട്ടും, വിളിക്കും, അതിന്റെ ഫോളോ അപ്പ് എന്താണ്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, അത് മാനേജ് ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ഇല്ല. സോ അവിടെ നമുക്ക് ഈ നമ്മുടെ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യാം. സ്വയം എനി ടൈം എനിവെയർ നമുക്ക് സ്വയം CRM ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പനിയുടെ ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും 24/7 നിങ്ങൾക്ക് സിസ്റ്റം. പിന്നെ സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോണ്ടാക്ട്സ്, ലീഡ്സ്, അക്കൗണ്ട്സ്, ഇന്റഗ്രേഷൻ ഓഫ് വെബ് പേജ്, അതായത് നമുക്ക് ഇതിൽ നിന്ന് ഒരു വെബ് പേജ് ജനറേറ്റ് ചെയ്ത് ആ ലിങ്ക് നമ്മുടെ കസ്റ്റമറിന് കൊടുത്ത് ആ കസ്റ്റമർ ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ അതിന് നമ്മുടെ സിസ്റ്റത്തിൽ ലീഡ് എൻറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഫോർകാസ്റ്റിംഗ് ചെയ്യാം. നമ്മളെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ നമ്മുടെ Jan 25 ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വെച്ചിട്ട് നമുക്ക് 1-ാം തീയതി മുതലുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് നമുക്ക് ഒറ്റയടിക്ക് അനലൈസ് ചെയ്യാം. നമ്മളിങ്ങനെ ഓർക്കണം, അല്ല 1-ാം തീയതി ഇത്ര വന്നു, 2-ാം തീയതി ഇത്ര വന്നു, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതിന് അനലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളുടെ ആ ഗ്രാഫുകൾ നമുക്ക് അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് കലണ്ടർ മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ കലണ്ടർ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഗൂഗിൾ കലണ്ടർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഓരോ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ റിപ്പോർട്ട്സ്, പിന്നെ മാനേജ് കസ്റ്റമർ ലീഡ്സ്, ട്രാക്ക് ക്ലയൻസ്, പ്രോജക്ട്സ്, ഇൻവോയ്സസ്, പ്രപ്പോസൽസ്, എസ്റ്റിമേറ്റ്സ്. നമ്മുടെ ബിസിനസ്സിന് പല സ്ഥലത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ല. ഇപ്പം ഇമിഗ്രേഷന്റെ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രപ്പോസൽസ് കൊടുക്കും ആളുകൾക്ക്, ഇതാണ് നമ്മുടെ പ്രപ്പോസൽ. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻവോയ്സ് പേയ്മെന്റ് നടത്തില്ല, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വെച്ച് കോൺട്രാക്ട്സ് ജനറേറ്റ് ചെയ്യാം, ഈ സിഗ്നേച്ചേഴ്സ് ചെയ്യാം, അതേപോലെ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം, പ്രൊജക്ട് മെമ്പേഴ്സ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ലൈക്ക് ഒരു ബിസിനസ്, ഒരു സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ്, ഒരു ആപ്പാണ്.
സ്ലാക്കിനെ നമ്മുടെ സോഫ്റ്റ്വെയറായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ഗേറ്റ് ബേസ് എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അതിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ പേയ്മെന്റ് ഗേറ്റ് ബേസ് എന്ന് പറയുന്നത് പേപാൽ, സ്ട്രൈപ്പ്, പേഫാസ്റ്റ്, ഫ്ലട്ടർ വേവ്, മോളെ, ആൻഡ്രാസർ പേ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റാഫുകൾക്ക് കസ്റ്റം റോൾസ് പ്രൊവൈഡ് ചെയ്യാം. ഓരോ എംപ്ലോയിക്ക് ഓരോ റോൾ കൊടുക്കാം. അതായത് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നവർ അക്കൗണ്ട്സിന്റെ ഏരിയ മാത്രം കണ്ടാൽ മതി, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ അടുത്ത ഏരിയ മാത്രം കണ്ടാൽ മതി. ഇപ്പം സെയിൽസ് ചെയ്യുന്ന ആൾ ലീഡ്സും ലീഡ്സ് റിപ്പോർട്ടിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി. ആൾ ഒരുപാട് കാര്യങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അതായത് ഓരോരുത്തരും ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് അത് ഡിഫൈൻ ചെയ്ത് നമ്മുടെ CRM ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ഒരു ഡാഷ്ബോർഡിന്റെ വ്യൂ ആണ്. ഈ ഡാഷ്ബോർഡ് എന്താ ചെയ്യുന്നത്? മാനേജ് ഓവറോൾ ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഓവറോൾ ഫങ്ഷനെ നമുക്ക് ഈ ഡാഷ്ബോർഡ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം. പ്രൊജക്ടിന്റെ ആണെങ്കിലും ഡാറ്റ കമ്പൈലേഷന്റെ ആണെങ്കിലും കസ്റ്റമർ ഓർഗനൈസേഷനിൽ നമുക്ക് ഇതനുസരിച്ച് തന്നെ മാനേജ് ചെയ്യാം. ഇതിനകത്ത് എത്ര പേര് കൺഫേം ഉണ്ട്, എത്ര പേര് നമ്മുടെ വെയിറ്റിംഗ് ഉണ്ട്, എത്ര ലോസ്റ്റ് ഉണ്ട്, അത് പൈപ്പ് ലൈൻ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് എസ്റ്റിമേറ്റ്സ്, അതായത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ആദ്യമേ ഇൻവോയ്സ് അല്ലല്ലോ കൊടുക്കുന്നത്. ഇൻവോയ്സ് എന്ന് പറയുന്നത് നമുക്ക് പേയ്മെന്റ് റിസീവ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതാണ്. സോ അതേപോലെ നമുക്ക് എസ്റ്റിമേറ്റ് കൊടുക്കാം. നമുക്ക് ഏകദേശം ഇതാണ് പേയ്മെന്റ് എന്നുള്ള രീതിക്കുള്ള ഒരു എസ്റ്റിമേഷൻസ് കൊടുക്കാം. കോൺട്രാക്ട്സ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ലൈക്ക് ബിസിനസ് കോൺട്രാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ പ്രൊജക്ട്സ് നമുക്ക് വരുന്നില്ല. ആക്ച്വലി പ്രൊജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ടെക് അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു ലോങ് ടൈം ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രൊജക്ട് ആയിട്ട് വരും. ആ പ്രൊജക്ടിനെ ട്രാക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് യൂസ്ഫുൾ അല്ല, പക്ഷെ എങ്കിലും നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതർ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും ഇത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്റ്റാഫുകൾക്ക് നമുക്ക് ടാസ്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അസൈൻ ചെയ്യാം. ഇപ്പൊ എന്താ പറയാ, ഒരു വിസയുടെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിന്റെ അടുത്ത്, അപ്പൊ വിസയുടെ ഡോക്യുമെന്റേഷൻ ഇന്ന ആളുടെ ഇന്ന സംഭവം ചെയ്യണം, അത് ഇന്ന ടാസ്ക് കാറ്റഗറിയുടെ അണ്ടറിലാണ്. വിസ ഡോക്യുമെന്റേഷൻ UK എന്ന് പറയുന്ന കാറ്റഗറിയുടെ അണ്ടറിൽ ഇന്ന എംപ്ലോയിക്ക് ഇത്ര പ്രയോറിറ്റിയിൽ നമുക്ക് അതിനെ ഇതായിട്ട് അസൈൻ ചെയ്യാം. പിന്നെ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് നമുക്ക് സിംഗിൾ വ്യൂവിൽ മാനേജ് ചെയ്യാം. സ്റ്റാഫുകളുടെ ലീവ്സ്, പെയ്ഡ് അൺപെയ്ഡ് ലീവ്സ്, കസ്റ്റമൈസേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മെസ്സേജസ് ചെയ്യാം. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഇന്റേണൽ എംപ്ലോയീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 1-to-1 കോൺവെർസേഷൻസ് നടത്താം, ഡിസ്കഷൻസ് നടത്താം, ഡയറക്റ്റ് ഇന്ററാക്ഷൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മാനേജ് ചെയ്യാം. അതായത് ഇപ്പം നമ്മളിപ്പോ ഒരു ലൈക്ക് ഇപ്പൊ ഒരു കുട്ടിയുടെ വിസ വരേണ്ട ഡേറ്റ് ഇന്നാണ്, നമ്മളത് മാനുവലി ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇതിനകത്ത് ഡേറ്റിൽ നോട്ട് ചെയ്യാം. അതിന് എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നത് ഇപ്പൊ കോമൺ ആയിട്ട് നമുക്ക് വെക്കേഷൻസ് എന്തെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് സ്റ്റാഫുകളെ അറിയിക്കാനുള്ള, അതായത് നമ്മുടെ ഒരു ഫിസിക്കൽ ഓഫീസിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും, ഓരോ ടാസ്കും അനലൈസ് ചെയ്തിട്ട്. പിന്നെ കസ്റ്റം റോൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നമ്മുടെ ഓരോ എംപ്ലോയീസിനും അവർ എന്തൊക്കെ ഏരിയ ആക്സസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കാണണം, ആ കാര്യങ്ങൾ മാത്രം കസ്റ്റം റോൾസ് ഉപയോഗിച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ GDPR കമ്പൈലൻസ്, അത് ഓരോ ഇതനുസരിച്ച്. പിന്നെ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യാം നിങ്ങളുടേത്. പിന്നെ അതേപോലെ 2-factor authentication നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം PPTയുടെ സൈഡ് ഏകദേശം ഒന്ന് കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ഓവർവ്യൂ കിട്ടിയോ? ഹലോ, ഓക്കെ, ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ സോഫ്റ്റ്വെയറിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പം ID-യും പാസ്വേഡും കിട്ടിയിട്ടുള്ളവര് ഒന്ന് ലൈക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സൂപ്പർ അഡ്മിൻ പാനലിൽ ഒന്ന് ലോഗിൻ ചെയ്യണം. Am I audible? ഓക്കെ, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ക്രെഡൻഷ്യൽ കിട്ടിയിട്ടുള്ളവര് നിങ്ങൾ ഫസ്റ്റ് ചെയ്യണം. ചെയ്തോ? ലോഗിൻ ചെയ്തെങ്കിൽ എല്ലാവരും ഒന്ന് തമ്പ് തരുമോ? ലോഗിൻ ചെയ്തിട്ടുള്ളവര് മെയിൽ വന്നിട്ടില്ല. ആണല്ലേ? ഓക്കെ, അത് ഞാൻ ഇവിടെ പറയാം സാറേ. സാറിന്റെ അത് തരാം. സാർ ഇപ്പൊ ഇതിന്റെ പ്രീ റെക്കോർഡ് വീഡിയോ ഷെയർ ചെയ്യും, അതൊന്ന് സാറ് റെഫർ ചെയ്താൽ മതി. മനസ്സിലായില്ല.
ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന സെഷന്റെ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്, അത് സാറിന് ഓക്കെ ഷെയർ ചെയ്യാം. അപ്പൊ അത് ഓക്കെ ഉപയോഗിച്ച് ഓക്കെ സാറിന് ഓക്കെ ചെയ്യാം. ഓക്കെ. ഓക്കെ, ലൂക്കോസ് സാർ നമുക്ക് തമ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ CRM നമ്മള് കിട്ടിയിട്ട് ഇതുവരെ യൂസ് ചെയ്യാത്തവർ നമ്മുടെ ഓഫീസിൽ ആദ്യം CRM ഇംപ്ലിമെന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ CRMത്തിന്റെ സൂപ്പർ അഡ്മിൻ പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഗ്രീൻ വേൾഡിന്റെ ലോഗോ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ലോഗോ ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും പ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ എനിക്ക് എന്റെ പേഴ്സണൽ വാട്സപ്പിൽ ഒരു സൂപ്പർ അഡ്മിൻ പാനലിന്റെ ക്രെഡൻഷ്യൽ ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ ലൂക്കോസ് സാർ ഒന്ന് ID പാസ്വേഡ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ അങ്ങനെയാണെങ്കിൽ BSDയുടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഹലോ ലൂക്കോസ് സാർ. കാരണം ഞാനിതിപ്പം ഗ്രീൻ വേൾഡിന്റെ ചെയ്തൊന്ന് ചിലപ്പോൾ മേ ബി ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഗ്രീൻ വേൾഡിന്റെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എനിക്ക് ആരെങ്കിലും ഒരാളൊന്ന് ഹലോ 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 ലൂക്കോസ് സാർ. ഞാൻ സാറിനെ അൺമ്യൂട്ട് ചെയ്തു. സാറിന് കിട്ടിയോ? കാര്യം അങ്ങനെ വേറെ ആരെങ്കിലും ഒരാള് എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ നിങ്ങളുടെ സൂപ്പർ അഡ്മിൻ പാനലിന്റെ യൂസർ ഐഡിയും പാസ്വേഡും അടിക്കാമെങ്കിൽ ഷെയർ ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങളുടെ സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാല് ലൈക്ക് നിങ്ങൾക്ക് ഒരാളുടെ സെറ്റ് ചെയ്യാം, അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഹലോ ഓക്കെ ഓക്കെ. ലൂക്കോസ് സാർ ആ യൂസർ ഐഡിയും പാസ്വേഡും ഒന്ന് ഷെയർ ചെയ്യാവോ എനിക്ക്? ഇവിടെ മെസ്സേജിൽ ഇട്ടാൽ മതിയോ? ഞാൻ എന്റെ ചെയ്യട്ടെ? നജീബ് സാറിന് ചെയ്താൽ മതി, വാട്സപ്പിൽ ചെയ്താൽ മതി. സാറുണ്ടല്ലോ, ഓക്കെ, അതിലിടാം. സാറിന്റെ ഗ്രൂപ്പിൽ എനിക്കൊന്ന് മെസ്സേജ് ഒന്ന് ഇട്ടാൽ സാർ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയില്ലല്ലോ അല്ലെ? ഇതൊരു തുടങ്ങിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ആണ് ഏറ്റവും നല്ലത്, കംഫർട്ട് ചെയ്ത് കാണിക്കാൻ. ഞാൻ ഇട്ടിട്ടുണ്ട്, എന്റെ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട്. ഓക്കെ, CRM യൂസർ വേർഡ് ആൻഡ് പാസ്വേഡ്. സാർ ഒരു മിനിറ്റ്. ഇതല്ലേ സാറേ നമ്മുടെ വെബ്സൈറ്റ്? യെസ് 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 യെസ്. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഗ്രീൻ വേൾഡിന്റെ ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഞാൻ സാറിന്റെ എനിക്കൊന്ന് ലൈക്ക് ഡാഷ്ബോർഡ് സാറിന്റെ URL നെയിം എങ്ങനെയായിരുന്നു വരുന്നത്? ലിങ്ക് പ്ലാസ്മ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും അല്ലേ? അതെ അതെ, പ്ലാസ്മ ഗ്ലോബൽ എഡ്യൂക്കേഷൻ
gmail. കാണുന്നല്ലേ? ഓക്കെ സാർ, വിസിബിൾ അല്ലേ? സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഹലോ? Yes, sir. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ പ്ലാസ്മയുടെ അഡ്മിൻ പോർട്ടലിലാണ് നിൽക്കുന്നത്. അപ്പൊ പ്ലാസ്മയുടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. നമ്മൾ സെറ്റിംഗ്സിൽ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പനിയുടെ സ്ഥാപനത്തിന്റെ പേര്, സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ, കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അഡ്മിൻ പാനലിൽ സെറ്റിംഗ്സിൽ പോയാൽ ബ്രാഞ്ച് സെറ്റിംഗ്സ് ഉണ്ട്. ആ ബ്രാഞ്ച് സെറ്റിംഗ്സ് നിങ്ങൾ ഫസ്റ്റ് അവിടെ വേണം ചെക്ക് ചെയ്യാൻ. അത് ചെക്ക് ചെയ്തിട്ട് അതെല്ലാം ഓക്കെ ആണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് പ്രൊഫൈൽ സെറ്റിംഗ്സ്. നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്മിൻ ആരാണോ അഡ്മിന്റെ പ്രൊഫൈലും കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക, അഡ്മിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് നമ്മൾ എന്തൊക്കെ ആക്ഷൻ നടക്കുന്ന സമയത്താണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് പോകേണ്ടത്. പിന്നെ ഇവിടെ സ്ലാക്സ് സെറ്റിംഗ്സ് ഉണ്ട്. സ്ലാക്സ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സ്ലാക്ക് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ആ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന ഓരോ ആക്ഷനും നിങ്ങളുടെ സ്ലാക്കിലും റിഫ്ലക്ട് ചെയ്യും. ക്ലിയർ ആയോ? അതേപോലെ പുഷർ യൂസ് ചെയ്യണം. പുഷർ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുഷറിന്റെ ഇതിനകത്ത് പോകണം. pusher.com എന്ന സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കറൻസി സെറ്റിംഗ്സ് നിങ്ങൾ ചെക്ക് ചെയ്യണം. കറൻസി സെറ്റിംഗ്സ് ഡിഫോൾട്ട് റുപ്പീസ് ആണോ കിടക്കുന്നത്. പിന്നെ തീം സെറ്റിംഗ്സ് ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്നത് ഒരു ഡിഫോൾട്ട് തീമാണ്. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു തീമാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ കളർ റെഡ് ആണ്. അപ്പൊ റെഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കളർ വെച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഒരു റെഡിന്റെ ഒരു ഡാർക്ക് വേരിയന്റ് ആണ് ഞാൻ ഇവിടെ നമ്മുടെ അഡ്മിൻ പാനലിലെ സൈഡ് ബാറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഡാർക്ക് റെഡ്. നമുക്ക് മൊത്തത്തിലൊരു റെഡ് എന്നോടാണോ? നജീബ് സാറിനോടാണ്. റെഡ് കളറാണ് നമ്മുടെ വരുന്നത്. ഓക്കെ, പിന്നെ ബ്ലൂ ആണ് നമ്മുടെ മൊത്തത്തില്, പിന്നെ ബിൽഡിങ്ങിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ ബ്ലൂ ആണ്. നമ്മുടെ ഇത് പേര് മാത്രമാണ് റെഡ് കൊടുക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. പേര് മാത്രം റെഡ് കൊടുക്കുന്നുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം ബ്ലൂ ആണ്. അപ്പൊ ഇത് ബ്ലൂ തീമിൽ വേണോ റെഡ് തീമിൽ വേണോ? ബ്ലൂ ഫ്രെയിമിലായിട്ട് ബ്ലൂ തീമിൽ. ഓക്കെ, ഇപ്പൊ ഇതേപോലെ വേണം ഓരോരുത്തരുടെ സെറ്റ് ചെയ്യാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. കാര്യം ഇത്രയും നാൾ നമ്മൾ എടുത്ത ട്രെയിനിങ് ഇങ്ങനെ ഒരു ചെയ്ത് കാണിക്കാറില്ല. അപ്പൊ ബ്ലൂ തീമിലേക്ക് വരുമ്പോൾ നമ്മുടെ സൈഡ് പാനല് ബ്ലൂ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്ലാസ്മയുടെ ഇതിലുള്ള ബ്ലൂ, ഈ ബ്ലൂ ആണോ? അപ്ലൈ ലെവലുള്ള ബ്ലൂ അല്ലേ?
അത് കുറച്ചുകൂടി അതന്നെ കുറച്ചുകൂടി ഇപ്പം കളർ ഇന്ററാക്റ്റീവ് ആയിട്ട് വെക്കുന്നോ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കൂടും. എന്റെ വെബ്സൈറ്റ് വോട്ട് ഡിഫറെന്റ് ആണല്ലോ കാണിക്കുന്നത്. എങ്ങനെ സാറേ? ഇപ്പോഴെനിക്ക് വല്ല അൺമ്യൂട്ട് ആയത്. ഓക്കെ, ഇതൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ കളർ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അല്ല അത് സെറ്റിംഗ്സിലുണ്ട് സാറേ. എവിടെ സെറ്റിംഗ്സ് കാണിക്കുന്നത്? അഡ്മിൻ ലോഗിൻ ചെയ്തോ? CRM കയറിയിട്ട് അഡ്മിനിൽ ലോഗിൻ ചെയ്യണം. CRM അഡ്മിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടാണ് അതിൽ വരേണ്ടത്. ഓക്കെ ഓക്കെ, അഡ്മിനിൽ പോയിട്ട് ഓക്കെ. ഇതിനകത്ത് എന്തോ എലിജിബിലിറ്റി എല്ലാം കാണിക്കുന്നത് അതാണോ? നമ്മള് സെറ്റിംഗ്സ് ഉണ്ട് CRM-നകത്ത്. അഡ്മിനിൽ ലോഗിൻ ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ഉണ്ടല്ലോ താഴെ. CRM ഓക്കെ സെറ്റിംഗ്സ് ഓക്കെ. അതിനകത്ത് ഏതാണ്? തീം സെറ്റിംഗ്സിൽ പോകണം. ടോട്ടൽ ക്ലയൻസ് റൈറ്റ് സൈഡിൽ കാണുന്നല്ലേ സെറ്റിംഗ്സ് കാണിക്കുന്നത്? അതാണ് സ്ക്രീൻ കാണുന്നില്ല. എന്റെ സ്ക്രീൻ നോക്കിയേ. എന്റെ സ്ക്രീനിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരും. ഇങ്ങനെയല്ലോ ഞാൻ കാണുന്നത്. അല്ല, ഇതിപ്പോ ഓരോ പാർട്ണറിനും ഓരോ ഡിസൈൻ ആണല്ലോ വരാ. സാറിന്റെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞ് സാറിന്റെ ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളപ്പം ഒരു ബ്ലൂവും റെഡും ഒരു കോമ്പോയിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഈ ഒരു കോമ്പിനേഷൻ കുഴപ്പമില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അതിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇൻകം ക്രെഡൻഷ്യൽസ്, നമുക്ക് ഓൺലൈൻ പേയ്മെന്റ്, അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ടെങ്കിൽ പേപാൽ, റാസർ പേ, സ്ട്രൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ലിങ്കുകൾ ക്ലയന്റിന് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ റാസർ പേയുടെ ക്രെഡൻഷ്യൽ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് റാസർ പേയിൽ പേയ്മെന്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി CRM-നകത്ത് നിങ്ങൾ കണക്കൊന്നും അടിക്കാൻ നിൽക്കേണ്ട, ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കണക്ക് ലോഡ് ചെയ്യും. പിന്നെ ഓഫ്ലൈൻ പേയ്മെന്റ് മെത്തേഡ്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇപ്പൊ ഓരോ തവണ നമ്മുടെ സ്റ്റാഫ് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കണ്ട, അത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാകും. ഹലോ, പിന്നെ നമുക്ക് ഇത് ഇൻവോയ്സിന്റെ ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ ഇൻവോയ്സ് സെറ്റ് ചെയ്യുന്നത്. ഹലോ, GST ഉള്ളതാണെങ്കിൽ ഇവിടെ ഷോ GST ഇനേബിൾ ചെയ്യുക, GST ഇല്ലെങ്കിൽ GST ഓഫ് ആക്കുക. ഓക്കെ, എനിക്ക് ഈ സ്ഥാപനത്തിന് GST ഇല്ല, പക്ഷെ വേറെ അത് ഇവിടുത്തെ മതിയല്ലോ. ഇവിടുന്ന് കൊടുക്കുന്ന ബില്ലിന് മാത്രം GST ഇനേബിൾ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇൻവോയ്സിന്റെ പ്രിഫിക്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഇൻവോയ്സ് വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിന് പ്ലാസ്മ, അപ്പൊ PL അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിഫിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ഇൻവോയ്സ് നിങ്ങൾ പ്രിഫിക്സ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ സർ? ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് ടിക്കറ്റ് സെറ്റിംഗ്സ്. ടിക്കറ്റ് സെറ്റിംഗ്സ് നിങ്ങൾക്ക് അധികം യൂസ് വരുന്നില്ല. ടിക്കറ്റ് സെറ്റിംഗ്സ് നമുക്കിപ്പം പഠിക്കണ്ട. ടിക്കറ്റും പ്രൊജക്റ്റും അവിടെ നിൽക്കട്ടെ. അറ്റൻഡൻസ് സെറ്റിംഗ്സ്. അപ്പം നമ്മുടെ ഓഫീസ് ടൈം എത്രയാണ് അവിടുത്തെ ഓഫീസിന്റെ?
ഹലോ ഹലോ 9 to 5. 9 AM to 5 ആണല്ലേ? ലഞ്ച് ബ്രേക്ക് ഹാഫ് ഡേ നമ്മൾ എത്ര മണിക്കാണ് കൊടുക്കുന്നത്? ലഞ്ച് ബ്രേക്ക് 12:30 to 1:15, 45 minutes. ഓക്കെ, അപ്പൊ ലഞ്ച് ബ്രേക്ക് അല്ല ഹാഫ് ഡേ നമ്മൾ എത്ര മണിക്കാ? ഉച്ചയ്ക്ക് വരുന്ന ഒരാൾ എത്ര മണിക്ക് ചെക്കിൻ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? 12 മണിക്കല്ലേ? ഓക്കെ, 1:15. അപ്പൊ 1:15. അപ്പം ഓക്കെ, മാക്സിമം ഒരു ദിവസം നമുക്ക് 2 തവണ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ വർക്ക് ഫ്രം ഹോം ഒക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ നമുക്ക് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. സാറ്റർഡേ വർക്കിംഗ് ആണോ? സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ്. ഓഫീസ് സ്റ്റാഫിനും വർക്കിംഗ് ഡേ ആണ്. ഓക്കെ ടീച്ചേഴ്സിനല്ല. ഓക്കെ, 10 minutes. ഓക്കെ, ഇത്ര അപ്ഡേറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് മൊഡ്യൂൾ സെറ്റിംഗ്സ് ആണ്. നമ്മൾ എംപ്ലോയി എന്തൊക്കെ കാണണം എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് എംപ്ലോയിക്ക് പേറോൾ ആക്സസ് ചെയ്യേണ്ട, കോൺട്രാക്ട് ആക്സസ് ചെയ്യേണ്ട, റിപ്പോർട്ട്സ് വേണം, ഹോളിഡേ കാണണം, നോട്ടീസ് വേണം, ടിക്കറ്റ്സ് വേണ്ട, ഇൻവോയ്സസ്. ഇവിടെ സ്ഥാപനത്തിൽ ഇൻവോയ്സ് എംപ്ലോയി ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻവോയ്സ് ഓൺ ആക്കണം. പേയ്മെന്റ്സ് കാണണ്ട, ഇവന്റ്സ് വേണ്ട, ലീവ്സ് വേണ്ട, പ്രൊഡക്ട്സ് കാണണ്ട, റിപ്പോർട്ട്സ് കാണണ്ട, ലീഡ്സ്, ടൈം ലോഗ്സ് വേണ്ട, എസ്റ്റിമേറ്റ്സ് വേണ്ട, ക്ലയൻസ്, എംപ്ലോയീസ്, പ്രൊജക്ട്സ്, ടിക്കറ്റ് സപ്പോർട്ട് വേണ്ട. അതായത് നമ്മൾ നോക്കുക നമ്മുടെ എംപ്ലോയി എന്തൊക്കെ കാണണം എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ക്ലൈന്റ് മൊഡ്യൂൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഏരിയ ആണ്, അത് നമ്മൾ ഫുൾ ആയിട്ട് ഓഫ് ആക്കിയതാണ്. ക്ലിയർ? ഓക്കെ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ നമ്മള് മൊഡ്യൂൾ സെറ്റിംഗ്സ് വരെയായി. ഇനി റോൾസ് ആൻഡ് പെർമിഷൻ. അഡ്മിൻ ക്ലൈന്റ് നമുക്കറിയാം റോളുകളാണുള്ളത്. ഇപ്പൊ നമുക്കിവിടെ അക്കൗണ്ടന്റ് വല്ലതും ഉണ്ടോ സ്ഥാപനത്തിലല്ലോ? അക്കൗണ്ടന്റ് അല്ല, നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ടോ? പാസ്മേലുണ്ട്, ഇതിലുണ്ടോ? പിന്നെ അക്കൗണ്ടന്റ് ഉണ്ട്. പക്ഷെ ഇതിനിപ്പോ പുതിയ അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല, പഴയ. ഓക്കെ ഓക്കെ, അപ്പൊ അക്കൗണ്ടന്റ് ഒക്കെ വരുവാണെങ്കിൽ സാർ ഇവിടെ ഒരു റോള് ക്രിയേറ്റ് ചെയ്തിടാം, അക്കൗണ്ടന്റ്. ഇങ്ങനെ റോള് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ഉണ്ടോ? ഹലോ, ഡൗട്ട് ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ട്, ഈ അക്കൗണ്ട്സ് ആഡ് ചെയ്ത് എന്താണെന്ന്. അവിടെ എന്താണ്? അതായത് നമ്മുടെ സ്ഥാപനത്തിന് നമുക്കൊരു അഡ്മിൻ ഉണ്ട്, ഒരു എംപ്ലോയി ഉണ്ട്, പിന്നെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ലൈക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഒരു യൂസർ ആണ്. അത്രയും പ്രിവിലേജ് ഉള്ളവരുണ്ട്. അക്കൗണ്ട്സിന്റെ പ്രിവിലേജ് ഉള്ളവരാരാ? അക്കൗണ്ട്സ് ഫുള്ള് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. എംപ്ലോയിക്ക് അല്ല, എംപ്ലോയിക്ക് കുറെ കാര്യങ്ങൾ മാത്രം പ്രിവിലേജ് ഉള്ളൂ. അഡ്മിൻ എന്ന് പറയുമ്പോൾ ഫുൾ പ്രിവിലേജ് ഉണ്ടാവും. അങ്ങനെ. ഓക്കെ, മീറ്റിംഗിലാണ്, ഒരു സെക്കൻഡ്. അടുത്തത് മെസ്സേജ് സെറ്റിംഗ്സ്. അതായത് നമ്മുടെ അഡ്മിനുമായിട്ട്, അതായത് എംപ്ലോയീസ് അധികം ഫോണോ വാട്സപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇതിന്റെ മെസ്സേജ് പാനൽ ഉപയോഗിച്ചിട്ട് പിന്നീട് ലീഡ് സെറ്റിംഗ്സ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ലീഡ് നമ്മൾ ഏതൊക്കെ രീതിക്കാണ് വരിക? നമുക്ക് ഇമെയിൽ ആയി വരാം, ഗൂഗിളിൽ നിന്ന് ആഡ്സ് നിന്ന് വരാം, ഫേസ്ബുക്കിൽ നിന്ന് വരാം, ഫ്രണ്ടിന്റെ വരാം, ആ ഒരു സാധ്യതയിലൂടെ വരാം. അവിടെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. അത് നമ്മുടെ കംഫർട്ട്. ഇപ്പൊ നമുക്ക് ഈ ഫേസ്ബുക്ക്, ഇമെയിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറി ഇട്ടാൽ മതി. TV ആടൊന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. TV ആഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ചിലപ്പോ ഇതിനും കൊടുക്കേണ്ടി വരും, അത് തീരുമാനിച്ചിട്ടില്ല. അതായത് TV ആഡ് പറഞ്ഞാൽ ഇവിടെ ലോക്കൽ ചാനലിൽ കേട്ടോ.
ലോക്കൽ ചാനൽ. ഓക്കെ. പിന്നെ ലീഡ് സ്റ്റാറ്റസ് എങ്ങനെയാ? നമുക്കൊരു ലീഡ് കിട്ടിയാൽ എങ്ങനെയാ സ്റ്റാറ്റസ് എങ്ങനെയൊക്കെയാ വരിക? ലീഡ് പെൻഡിങ് ആവാം. ഇൻ പ്രോസസ് വരുമ്പോഴത്തേക്ക് ഒരു കളർ മാറ്റി കൊടുക്കും. പ്രോസസ്സിങ് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ കളറിലേക്ക് കൊടുക്കും. കൺവേർട്ടഡ് ആവുമ്പോഴത്തേക്ക് കൺവെർട്ടർ ഗ്രീൻ കളറിലോ? അത് സാറിന് പിന്നീട് കളർ മാറ്റാം കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് ഇട്ട് ഓക്കെ പറഞ്ഞല്ല. ഓക്കെ ഓക്കെ. ഓക്കെ. ലീഡ് സ്റ്റാറ്റസ് നമുക്ക് പിന്നീട് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി നിങ്ങൾക്ക് കൊടുക്കാം. എന്തിനാ പൈപ്പ് ലൈൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് ഈ ലീഡ്സ് ലൈക്ക് ഒരു ഫണൽ സിസ്റ്റം ആണല്ലോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പൈപ്പ് ലൈനിലൂടെ ആയിരിക്കുമല്ലോ വരിക. അതായത് സാധ്യത ഉണ്ടെന്നുള്ളത് പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് തീമിലേക്ക് നമുക്കതിനെ കൊടുക്കാം. പൈപ്പ് ലൈൻ. ഈ പെൻഡിങ്ങിന് നമുക്ക് പിന്നെ നമുക്ക് ഏതാ വരിക? ലോസ്റ്റ്. ഈ പെൻഡിങ്ങിന്റെ കളർ നമുക്ക് ഒരു മഞ്ഞുണ്ട്. സാറിന് അതനുസരിച്ച് ചെയ്യാം. ഈ ലീഡ് ഏജന്റിന് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യണം. എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് ലീഡ് ഏജന്റ് ആഡ് ചെയ്യുന്നത്. ലീഡ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൗൺസിലേഴ്സ് ആയിരിക്കും. ആർക്കാണ് ഈ ലീഡ് കിട്ടേണ്ടതെന്നാണ് അതിന്റെ മീനിങ്. പിന്നെ ഈ എംപ്ലോയികൾ പറയും എനിക്ക് ടാസ്ക് ഇല്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് ഇതിനകത്ത് ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതിനകത്ത് എംപ്ലോയി ലിസ്റ്റിൽ പോവാം. ഡിപ്പാർട്ട്മെന്റ് സാറിന് ഇപ്പൊ അവിടെ കൗൺസിലിംഗിലല്ലേ ടീമില്ലേ, സ്റ്റാഫില്ലേ? ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്. ഒരു സ്റ്റാഫ് ഉണ്ട്. ഇനി ഒരാൾ കൂടി വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. സ്റ്റാഫ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അതുകൊണ്ട് അവരെ വിഷയം. ഓക്കെ. പിന്നെ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഉണ്ടാവും. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഫ്രാഞ്ചൈസിയിലും അല്ലെ നമ്മുടെ പാർട്ട്നേഴ്സിനും ഉള്ളത് എഡ്യൂക്കേഷൻ കൗൺസിലിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും ടീമാണ് മെയിൻലി. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുമെങ്കിൽ ഞാനൊന്ന് മെൻഷൻ ചെയ്തേക്കാം. എക്സ്ട്രാ ടെലികോളേഴ്സ് അങ്ങനെയുള്ള റിസപ്ഷനിസ്റ്റ് അതെല്ലാം കൗൺസിലിംഗിലാണ് വരുന്നത്. അല്ല, അതെല്ലാം കൗൺസിലിംഗിൽ വരാം. അവരെല്ലാം സെയിൽസ് ഓറിയന്റഡ് വരാം. പിന്നെ ഡെസിഗ്നേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. HR പോയിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഡെസിഗ്നേഷൻ എഡ്യൂക്കേഷൻ കൗൺസിലർ. കൗൺസിലർ ഉണ്ടാകും. ആ ഒരു ഡെസിഗ്നേഷൻ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റർ. ഞാൻ ഈ ചെയ്യുന്ന അതേ ഫോളോ പാറ്റേൺ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് കാര്യമുള്ള കാര്യം. ഇത് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏരിയ. ഇതിനകത്ത് ഇപ്പൊ അഡ്മിൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ അറ്റൻഡൻസ് അഡ്മിൻ മാത്രമേ ഉള്ളൂ. ശരിക്കും നിങ്ങളുടെ സ്റ്റാഫിന് ഒരു മാസത്തെ അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇവിടെ ഒറ്റ സിംഗിൾ വ്യൂവിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തേക്കുള്ള ഹോളിഡേ ലിസ്റ്റ്, ഇപ്പൊ നമുക്ക് ഹോളിഡേ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ആഡ് ചെയ്തിടാം.
ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ഇതിന് നിങ്ങൾക്ക് HR അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് തേടാം ഇത് ചെയ്യാൻ, സ്റ്റാഫുകൾ. അപ്പം ഈ മാസം ഹോളിഡേ ഉണ്ട് ആർക്ക്, അതായത് നമ്മുടെ സ്ഥാപനം അവധിയായിട്ടുള്ള ദിവസമുണ്ട് ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ഡേ. അങ്ങനെ ഓരോ ദിവസങ്ങളും ഡിസംബർ വരെ നിങ്ങൾ ഒരിക്കലും ഇരുന്ന് ചെയ്യണം. കലണ്ടർ മോഡ് ഇട്ടാൽ കലണ്ടർ മോഡിൽ കാണാം. പിന്നെ ലീവ്സ്, നിങ്ങളുടെ സ്ഥാപനത്തില് സാറ് എങ്ങനെയാണ് ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത്? 2 ടൈപ്പ് ആണോ 3 ടൈപ്പ് ആണോ, എങ്ങനെയൊക്കെ ലീവ്സ് ഉള്ളത്? കാഷ്വൽ ആണോ സിക്ക് ആണോ? നമുക്ക് ലീവ് ടൈപ്പ് 3 ടൈപ്പ് അല്ലേ? കാഷ്വലും സിക്കും ഏണ്ടും അല്ലേ ഉള്ളൂ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഓക്കെ. ലീവ്സിന്റെ ഏരിയ അവിടെയാണ്. പിന്നെ ലീഡ്സിനകത്താണെങ്കിൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ ചെയ്യുന്നപ്പോൾ ഓരോ ലീഡും ആഡ് ചെയ്യണം. ഇപ്പൊ ലീഡിനകത്ത് ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഇമീഡിയറ്റ് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ക്ലിക്കിൽ നിങ്ങളുടെ ഉള്ള മുഴുവൻ ലീഡ്സിനെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ഫുൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരും. ഇപ്പൊ നിങ്ങൾ എങ്ങനെ ലീഡ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഡ് കാറ്റഗറി ഏതാണ്, ലീഡ് നമ്മളിവിടെ കൊടുക്കണം. അതായത് ഇപ്പൊ എഡ്യൂക്കേഷൻ, UK, US, കാനഡ, അങ്ങനെ ഏത് കാറ്റഗറിന്റെ അണ്ടറിലാണ് വരുന്നത്. ലീഡ് ഏജന്റ് നിങ്ങൾക്ക് ഇവിടെ ഇല്ല. ഇവിടെ ആകപ്പെടാൻ ഇപ്പൊ നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ലീഡ് സോഴ്സ് മാത്രമാണ്. ലീഡ് സോഴ്സ് അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ലീഡ് കാറ്റഗറി എന്താണ് അവർക്ക് വേണ്ടത്? UK അഡ്മിഷൻ, അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ്, ഇമിഗ്രേഷൻ, അങ്ങനെ എന്തെങ്കിലും. പക്ഷെ സ്റ്റഡി അബ്രോഡ്, ഇമിഗ്രേഷൻ എന്ന് കൊടുക്കുന്നതിലും ബെറ്റർ കൺട്രി തിരിച്ചു കൊടുക്കുന്നതാണ്. എഡ്യൂക്കേഷൻ, UK. ലൈക്ക് നിങ്ങൾക്ക് എന്താണോ അവിടെ തേം കൊടുക്കേണ്ടത് അത് കംഫർട്ട് ആയിട്ടുള്ളത് നിങ്ങൾ അവിടെ യൂസ് ചെയ്യാം. എന്നിട്ട് ആ കാറ്റഗറി ബേസ് ചെയ്തിട്ട് വേണം ലീഡുകൾ എൻ്റർ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ മാനുവൽ എൻറ്ററിങ് ആണ് ചെയ്യുന്നത്. ആസൂൺ തന്നെ അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ ഇഷ്യൂ ഒന്നും അല്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ മാനുവലി ഓരോ ലീഡ് എൻ്റർ ചെയ്യണം. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്കിൽ ഒരു ഫീച്ചറാണ്. ലൈക്ക് ഒറ്റ ക്ലിക്കിൽ കുറെ ലീഡ്സും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ആ ലീഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനെ ഇവിടെ, ആ ലീഡ് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ അതിനെ ഇവിടെ ക്ലയന്റ് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്യും, ക്ലയൻസ് ആയിട്ട് മാറും. ഹലോ, ക്ലിയർ അല്ലേ? പിന്നെ ഇപ്പൊ ഏകദേശം ഞാൻ ഇതിന്റെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സാർ ഒന്ന് സ്റ്റാഫിനെ, അതായത് സാറ് ഫ്രീ ആവുന്ന സമയത്ത് ഈ ലോഗിൻ യൂസ് ചെയ്തിട്ട് HR കയറിയിട്ട് ഈ കാര്യങ്ങൾ എംപ്ലോയി ലിസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക, വർക്കിന്റെ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് കോൺട്രാക്ട്സ് വരത്തില്ല, പ്രൊജക്ട്സ് വരത്തില്ല, ടാസ്ക് ഉണ്ടാവും. നമ്മൾ ആർക്കൊക്കെ ടാസ്ക് കൊടുക്കുന്നത്? നമ്മൾ എംപ്ലോയിയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടാസ്ക് ആർക്കൊക്കെ കൊടുക്കും? നമ്മുടെ ഡിസൈനേഴ്സിന് നമുക്കൊരു ടാസ്ക് കൊടുക്കാം. എടാ ഇന്ന് ഒരു പോസ്റ്റർ, ലൈക്ക് ഒരു ടാസ്ക് കാറ്റഗറി എന്തിന്റെ ആണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് കൊടുക്കാം. ഹലോ, ക്ലിയർ അല്ലേ? പിന്നെ അങ്ങനെ ഓരോ ടാസ്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ടാസ്ക് ഇവിടെ കൊടുക്കാം. ന്യൂ ടാസ്ക് ഇട്ടിട്ട് ഇപ്പൊ ഇന്ന് ആഡ് വേണം, എല്ലാം സാറിന് എംപ്ലോയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എംപ്ലോയിയെ ക്രിയേറ്റ് ചെയ്യണം അതിൽ, അതെല്ലാം ചെയ്താലേ പറ്റുള്ളൂ. ടാസ്ക് കാറ്റഗറി ഏതാണ്, ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ചെയ്യാം. പിന്നെ ലേബൽ കൊടുക്കാം, അർജന്റ് പ്രയോറിറ്റി ആണോ, ഹയർ പ്രയോറിറ്റി ആണോ, ലൈക്ക് പ്രയോറിറ്റീസ് ഉണ്ട്, അത് കൊടുക്കാൻ പറ്റും. ടാസ്ക് ഒരു കലണ്ടർ സ്ഥലത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. പിന്നെ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്യാം. പ്രൊഡക്ട്സ് നമുക്ക് വരുന്നുണ്ടല്ലോ.
നമുക്കിവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്തിടാൻ പറ്റും കേട്ടോ. പ്ലാസ്മയുടെ ഇപ്പൊ ഏകദേശം ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഇന്റർഫേസ് ആണെങ്കിലും അല്ല ക്ലിയർ ആയോ സർ? യെസ്, ഏകദേശം ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട്. തീർച്ചയായും 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 വിളിക്കുക ഡൗട്ട്സ് വരുമ്പോൾ. നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഒരു ടൂളും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അടുത്ത ഞാൻ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ഒരു നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ലൈക്ക് ഓഫീസിൽ നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മളൊരു അടുത്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും മാർക്കറ്റിംഗ് സർവീസെല്ലാം കൊടുക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് വാട്സപ്പ് ആണ്. വാട്സപ്പ് നിങ്ങൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ടൂളുണ്ട്. ആ ടൂളോട് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. I hope it's very useful to everyone. ബോർഡെല്ലാം ക്ലോസ് ചെയ്യട്ടെ. ഇതുവരെ നിങ്ങൾക്ക് കേട്ടിട്ട് യൂസ്ഫുൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത്? ഹലോ, ഹലോ. യൂസ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണ്. ഓക്കെ, ഞാൻ അഗൈൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എടുക്കാൻ പോകുന്നത് വാട്സപ്പിന്റെ ഒരു CRM ടൂളിനെയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വാട്സപ്പിന്റെ ഈ CRM ടൂൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ആവും എന്ന് ചോദിച്ചാൽ ലൈക്ക് കാണാൻ പറ്റുന്നില്ല സ്ക്രീൻ? ഉണ്ട്. ഓക്കെ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇനിയിപ്പോൾ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇത് ഓഫറിൽ തരാം. ഇതൊരു എക്സ്റ്റൻഷൻ ടൂൾ ആണ്. ഈ എക്സ്റ്റൻഷൻ ടൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പണി ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്.
ഓക്കെ. ഇതിനകത്ത് ഞാനൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ വേൾഡിന്റെ ഗിറ്റ്സ് എന്ന് പറയുന്ന IT ടീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓക്കെ, ഞാനപ്പോ ഇതിപ്പോ ഇനി എന്റെ വാട്സപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പൊ എന്റെ വാട്സപ്പ് കണക്ട് ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നല്ലേ? ഇത് കട്ട് ആവുകയാണെങ്കിൽ ഒന്ന് പറയണേ, കാര്യം ലോഡിങ് യുവർ ചാറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ലോഡിങ്, എന്റെ മെസ്സേജ് ലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തത്, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതായത് ഇതിനകത്ത് വന്ന് മാനേജ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഗൂഗിൾ ക്രോം ഇങ്ങനെ ആയിരിക്കും കിടക്കുക, ഡെവലപ്പർ മോഡ് ഓഫ് ആയിരിക്കും. നിങ്ങൾ ഡെവലപ്പർ മോഡ് ഓൺ ആക്കി കഴിയുമ്പോൾ ലോഡ് അൺപാക്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ലോഡ് അൺപാക്ഡിൽ പോയിട്ട് ആ ഫയൽ എവിടെയാണോ കിടക്കുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ? അതെ അതെ. വാട്സപ്പിൽ ഒരുപാട് ഡാറ്റ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സാർ ഡെവലപ്പർ മോഡിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞേ? മോഡ് ഡെവലപ്പർ മാനേജ് എക്സ്റ്റൻഷൻ, ഡെവലപ്പർ മോഡിൽ ഇവിടെ ലോഡ് അൺപാക്ഡ് ഉണ്ടാവും റൈറ്റ് സൈഡിൽ. ലോഡ് അൺപാക്ഡ്, ലോഡ് അൺപാക്ഡിൽ നമ്മുടെ അതിൽ ഞാൻ ആ സോഫ്റ്റ്വെയർ ഷെയർ ചെയ്തുതരാം. ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ഉം. 20 പേരുണ്ടല്ലേ? ഓക്കെ, അത് ലോഡ് ആവട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാം. ഗിറ്റ്സിനെ കുറിച്ച് ഞാൻ ഗിറ്റ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതായത് ഗ്രീൻ വേൾഡിന്റെ കംപ്ലീറ്റ് ടെക്നോളജീസ് പവർ ചെയ്യുന്നത് ഗ്രീൻ വേൾഡിന്റെ തന്നെ ഗിറ്റ്സ് ആണ്. അപ്പം ഗിറ്റ്സ് ഗ്രീൻ വേൾഡും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ശരിക്കും റൺ ചെയ്യുന്നത്. അപ്പൊ ഗിറ്റ്സ് നമ്മുടെ ഫ്രാഞ്ചൈസി പാർട്ണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഓപ്ഷൻ, നെക്സ്റ്റ് ഒരു പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ, അതായത് ഇൻഹൗസിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് വാട്സപ്പിലോട്ട്, അതായത് നമ്മളിപ്പം കൂടുതലും സ്റ്റാഫുകൾ ഇല്ലാത്ത പാർട്ണേഴ്സിനെയാണ് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് എടുക്കാം. നിലവിൽ നിങ്ങൾ പുറത്ത് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുന്ന പാക്കേജ് ആണിത്. 9500 ആണ് ഒരു മാസം നമ്മൾ ബില്ല് ചെയ്യുന്നത്. ആ സെയിം സർവീസ് നമ്മുടെ പാർട്ണറിന് നമ്മൾ കൊടുക്കുന്നത്, നിങ്ങൾ ഓൾറെഡി ഫ്രാഞ്ചൈസി പാർട്ണറിന് ആയതുകൊണ്ട് 5000 റുപ്പീസ് ആണ് നമ്മൾ പെർ മന്ത് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിനോടൊപ്പം നിങ്ങൾ 5000 റുപ്പീസ് നിങ്ങൾ ആഡ്സിനും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഈ 5000 റുപ്പീസ് നിങ്ങൾ ഗിഫ്റ്റ്സിന് പേ ചെയ്യുകയാണെങ്കിൽ എവരി മന്ത് വരുന്ന ബില്ലാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിലിംഗ്, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ SEO, അതേപോലെ നിങ്ങൾക്ക് വേണ്ട അഡ്വർടൈസിങ് ക്യാമ്പയിൻ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഗിറ്റ്സിന്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും. സോ നിങ്ങൾ അതിന് എക്സ്ട്രാ ഒരു ഡിജിറ്റൽ മാർക്കറ്ററോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നിങ്ങൾ സപ്പോർട്ടിന് സ്റ്റാഫിനെ വെക്കണ്ട. ഇപ്പം സാറിന് എന്നിട്ട് അത് നമ്മുടെ ഒരു ബേസിക് പാക്കേജ് ആണ്. ഈ ബേസിക് പാക്കേജ് വരുന്നത് 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ആഡ് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നവർക്കാണ്.
പിന്നെ സെക്കൻഡ് പാക്കേജ് വരുന്നത് ഒരു 18,500 ആണ്. അത് നമ്മൾ കൊടുക്കുന്നത് 15,000 റുപ്പീസിനാണ്. ഇവിടെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റയും മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ലിങ്ക്ഡിനും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ഉണ്ടാവും. SEO കുറച്ചും കൂടി കീവേഡ്സ് വൈഡറായിട്ട് ചെയ്യും. പിന്നെ PPC അഡ്വർടൈസിങ്, അതായത് ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളെല്ലാം ചെയ്യും. അതേപോലെ കണ്ടന്റ് ക്രിയേഷൻസ്, ആഡ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ 6,500 ആണ് ഞങ്ങൾ പുറത്ത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാക്കേജ് നിങ്ങൾക്ക് കിട്ടുന്നത് 15,000 റുപ്പീസ് ആണ്. പക്ഷേ ഈ 15,000 റുപ്പീസ് പ്ലസ് നിങ്ങളുടെ എല്ലാം നിങ്ങൾ ആഡ്സ് എമൗണ്ട് എത്രയാണ് നിങ്ങളത് സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 5 ദിവസവും പോസ്റ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവിടുന്ന് തരുന്ന ആഡ്സ് ഫിനിക്സ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാക്കേജ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് നമ്മൾ വേറെ സ്പെഷ്യലി നമ്മളത് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ നീഡ്. ഇത് ഏറ്റവും ബേസിക് പാക്കേജ് ആണ്. ഈ ബേസിക് പാക്കേജ് വരുന്നത് നമുക്ക് ലീഡ്സ് ക്യാമ്പയിൻ ഉണ്ട്, നമുക്ക് അതേപോലെ തന്നെ വാട്സപ്പ് മെസ്സേജിങ് ക്യാമ്പയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കൂട്ടത്തിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഇത് വാട്സപ്പിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ വേറെ ആരുടെയും ഒരു വാട്സപ്പോട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഇത് 3 പാക്കേജസ് ആണ് ഗിറ്റ്സ് ഇപ്പൊ കറന്റ് ലൈവ് ആയിട്ടുള്ളത്. ഗിറ്റ്സ് ഇപ്പൊ കറന്റ് ധാരാളം ക്ലയൻസ് ഉണ്ട്. എക്സ്റ്റേണൽ നമ്മളിവിടെ ലീഡിംഗ് ബ്രാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഗ്രീൻവേൾഡായിട്ട് ബന്ധപ്പെട്ട് ആരെ കോൺടാക്ട് ചെയ്താലും അതിനുള്ള സപ്പോർട്ട് തരും. വൈറ്റ് ലേബൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു 15,000 ആ പാക്കേജ് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അതായത് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യാതെ അല്ല നിങ്ങൾ പേജസ് ഒന്നും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബിസിനസ്സിനെ അത് അഫക്ട് ചെയ്യും. കാര്യം ഏത് കുട്ടികളാണെങ്കിലും ഇപ്പൊ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയസ് ആണ് ആദ്യം ചെക്ക് ചെയ്യുക. എനിക്കിവിടെ ഒരു മിനിറ്റ്, ഞാനൊന്ന് വേറൊരു ഫോൺ, എൻ്റെ ഇതിൽ കുറെ മെസ്സേജസ് ഉള്ള ഫോൺ ആയതുകൊണ്ട് അതാണ് ഇത്രയും സമയം എടുക്കുന്നത്. ആക്ച്വലി ആ വാട്സപ്പ് എന്റെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ ഉണ്ട് ഇപ്പൊ ഓക്കെ. ഓക്കെ, ഇപ്പൊ കറന്റ് നമ്മൾ നോർമലി വെബ് വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളും എല്ലാം വരിക. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-to-1 ചാറ്റ് സ്പെസിഫൈ ചെയ്യാം. അതായത് ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ മാനേജ് ചെയ്യാം. ഇൻഡിവിജ്വൽ മെസ്സേജസ് ഇവിടെ ഒരു സ്ഥലത്തായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ആയി. ഇതിനകത്ത് അൺറീഡ് ആയിട്ടുള്ള മെസ്സേജ് ഫുള്ള് ഇവിടെ ഫിൽറ്റർ ചെയ്ത് വരും. അതായത് നമ്മൾ ഇതുവരെ കാണാത്ത, ഇതുവരെ വായിക്കാത്ത മെസ്സേജ് ഫുള്ള് ഇവിടെ ഒരു സ്ഥലത്ത് വരും. പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ട്, അതായത് ഗ്രൂപ്പ്സിൽ വന്നിട്ടുള്ള മുഴുവൻ മെസ്സേജും ഗ്രൂപ്പ്സിനെ നമുക്ക് ഒരു സ്ഥലത്ത് ഫിൽറ്റർ. ഇനിയും ഇതിന് നിങ്ങൾക്ക് ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാം. ഇത് പ്രീ ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് ആഡ് ടാബ് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടാബ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ ആയിരിക്കുമല്ലോ വരിക, ക്ലയൻസും വരുമല്ലോ. എഡ്യൂക്കേഷൻ ഫയൽ എന്ന് പറഞ്ഞ ടാബ് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഒരു വരുന്ന ഓരോ കോണ്ടാക്ട് നമുക്ക് ചാറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. ലൈക്ക് ചാറ്റ്, ഗ്രൂപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫിൽറ്റർ ചെയ്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവ് ചെയ്താൽ പുതിയൊരു ടാബ് ഇവിടെ എഡ്യൂക്കേഷൻ ഫയൽ എന്ന് പറയും. അപ്പൊ ഈ ആളുകളെല്ലാം എഡ്യൂക്കേഷൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്ത് മാനേജ് ചെയ്യാം. പിന്നെ അതേപോലെ ഈ വാട്സപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൾക്കായിട്ട് ആളുകളിലേക്ക് മെസ്സേജസ് അയക്കാം. പക്ഷേ എങ്കിലും ഞാൻ അത് ഒരിക്കലും പേഴ്സണലി പ്രൊമോട്ട് ചെയ്യില്ല. ബൾക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങളുടെ കറണ്ട് നമ്പറിന് ബാൻ കിട്ടാനുള്ള ചാൻസസ് വെരി ഹൈ ആണ്. സോ നിങ്ങൾ ആ ഒരു ഫീച്ചർ ഉണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാത്രം അത് ഓപ്ഷനിലാണ്, യു ക്യാൻ ഡിസൈഡ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഒരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യാം. അതായത് ഒരു മെസ്സേജ് വന്നാൽ ഈ മെസ്സേജിന് ഇന്ന റെസ്പോൺസ് പോകണം, അടുത്തൊരു മെസ്സേജ് വന്നാൽ അടുത്ത റെസ്പോൺസ് വേണം, ലൈക്ക് ചാറ്റ് ബോട്ട് പോലെ. പിന്നെ നമുക്കിപ്പോ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം. ഇപ്പൊ സമയം 12:32. ഇപ്പൊ 12:33 എനിക്കൊരു റിമൈൻഡർ വേണം. 12 ഇതിന് എനിക്ക് റിമൈൻഡർ വേണം. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഗിറ്റ്സിനെ കുറിച്ചൊരു റിമൈൻഡർ വേണം. എന്തിന്?
അപ്പൊ ലൈക്ക് നിങ്ങൾക്ക് എന്താണ് അവിടെ പർപ്പസ് വരുന്നത് അത് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാം. 12:37 അതിനകത്ത് വരുന്നത് ഒരു 12:37 ഞാനൊരു റിമൈൻഡർ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് റൈറ്റപ്പോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തെ 12:37 ആകുമ്പോൾ എനിക്ക് അലർട്ട് വരും. അത് നമുക്ക് നോക്കാം വരുന്നതെന്ന്. പിന്നെ ഇതിനകത്ത് വീണ്ടും കുറെ ഫീച്ചേഴ്സ് ഉള്ളത് ബ്ലർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ചില സമയത്ത് നമ്മുടെ ഒരാൾക്കൊരു സ്ക്രീൻഷോട്ട് അയക്കും വാട്സപ്പ് ചാറ്റിന്റെ, അന്നേരം നമുക്ക് കുറെ ഡാറ്റ ഇപ്പൊ ഇതിനകത്ത് അവർ കാണണ്ടല്ലോ കുറെ കാര്യങ്ങൾ, നമുക്ക് ആ മെസ്സേജസ് ബ്ലർ ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു ചാറ്റ് വന്ന മെസ്സേജിനെ നമുക്ക് ബ്ലർ ആക്കാം ഇത് ഉപയോഗിച്ച്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ കോണ്ടാക്റ്റിനെയും സിംഗിൾ ക്ലിക്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ സിംഗിൾ ക്ലിക്കിൽ എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഒരു ലേബലിലുള്ള മുഴുവൻ കോണ്ടാക്ട് അതിനെ എക്സ്പോർട്ട് ചെയ്ത് മാറ്റാം. ക്ലിയർ? പിന്നെ നമുക്ക് ബൾക്കായിട്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാം. പിന്നെ ഒരു ഗ്രൂപ്പിനെ ക്ലോൺ ചെയ്ത് അതേപോലെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. നിങ്ങൾക്ക് ബിസിനസ്സിൽ വാട്സപ്പ് ഉപയോഗിച്ച് വാട്സപ്പ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ സോഫ്റ്റ്വെയറിലുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അതായത് 5 മണിക്ക് ഒരു മെസ്സേജ് പോകണം ഇന്ന്. ഇപ്പം നമ്മുടെ വെബിനാറുകളൊക്കെ വരും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മളൊന്നും ചെയ്തില്ലേലും മെസ്സേജസ് എത്തും ഓൺ ടൈമിൽ. ഇവിടുന്ന് ഒറ്റ ക്ലിക്കിൽ അവിടെ എല്ലാം മെസ്സേജസ് പ്ലേസ് ആവും. ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പൊ ഓൺ ടൈമിൽ നമ്മൾ ചെയ്താലും ഇല്ലേലും അവിടെ ആ ആക്ഷൻ വർക്ക് ചെയ്യും. പിന്നെ മെസ്സേജ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ് എല്ലാവർക്കും വേണം. ഇപ്പൊ UK വരുന്ന UK സ്റ്റുഡന്റ് അഡ്മിഷൻ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. ലൈക്ക് നിങ്ങളൊരു പ്രൊഫഷണൽ വേയിൽ ഫസ്റ്റ് മെസ്സേജ് ചെല്ലണം. ലീഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യുക, ഹലോ സാർ, ഹലോ വെൽക്കം, എന്താണ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ടെംപ്ലേറ്റിൽ നിങ്ങൾ ഒരു കണ്ടന്റ് കൊടുക്കുക. നമ്മൾ ലീഡിംഗ് ആയിട്ടുള്ള ഇന്ന യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ട്, അതൊക്കെ കാണിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്, അത് നിങ്ങളുടെ ഒരു ടെംപ്ലേറ്റ്, UK ടെംപ്ലേറ്റ്. അതേപോലെ കാനഡ, അതേപോലെ ഓരോ കൺട്രിക്ക് നിങ്ങൾ ഓരോ ടെംപ്ലേറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് മെസ്സേജ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും. ആ സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അതും സപ്പോർട്ടായിട്ട് വരും. ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ അല്ല, നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിനകത്തായിരിക്കും നോട്ടിഫിക്കേഷൻസ് വരിക. പിന്നെ ബൾക്കായിട്ട് ഇവിടുന്നാണ് മെസ്സേജസ് ട്രിഗർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമെന്ന് ഞാൻ നിങ്ങളോട് പറയാ, ഇതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, നമുക്കൊരു എന്താ പറയാ, ഒരു കുറെ മെസ്സേജസ് വരും ഫോണിൽ. എന്റെ ഫോണിൽ ഇപ്പൊ വാട്സപ്പ് കണക്ട് ചെയ്തിട്ട് പോലും ലോഡ് ചെയ്യുന്നില്ല. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ്സും കമ്മ്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാനേജ് ചെയ്യാൻ ഇത് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഹലോ, ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണോ? ഹലോ, അതോ ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാനൊരു 12:37 ഒരു സാധനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അത് വരുമോ നോക്കാം നമുക്ക്. ഒരു നോട്ടിഫിക്കേഷനോട് കാണിക്കാനേ. മനസ്സിലായോ? ഇപ്പൊ ട്രെയിനിങ് എടുത്ത് ഇത്രയും പോർഷൻ പിന്നെ നമുക്ക് ലൈക്ക് CRM പോലെ തന്നെ ഇതിനെ യൂസ് ചെയ്യാം. ടാഗ് കൊടുക്കാം, ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യാം. കുറെ മൊഡ്യൂൾസ് ഉണ്ട്, കുറെ സോഫ്റ്റ്വെയർ, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്ക് യൂസ്ഫുൾ ഇത് ആവുന്നത്. പെയ്ഡ് ആണോ അതോ ഫ്രീ ആണോ? ഇത് ഫ്രീ ആണ്. ഇത് നമ്മൾ പ്രീ ആക്ടിവേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇതപ്പോ നമുക്ക് എങ്ങനെയാ ലഭിക്കുന്നത്? നമ്മൾ ഇവിടെ HOയിൽ നമ്മുടെ ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളത് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് HOയിൽ റിക്വസ്റ്റ് ചെയ്യാമെങ്കിൽ ഡീറ്റെയിൽസ് പറയാം, എന്നിട്ട് അത് ഷെയർ ചെയ്യാം. ഇത് വൺ ടൈം ആണ്, ഇതിന് റിന്യൂവൽ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, താങ്ക് യു. പ്രീ ആക്ടിവേറ്റഡ് ആയതുകൊണ്ട്. കണ്ടോ, ഇതെനിക്ക് ആ മെസ്സേജ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിരുന്ന ഒരു മെസ്സേജ് എനിക്ക് കറക്റ്റ് ആ ടൈമിൽ ഇതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്.
ഞാനൊരു മെസ്സേജ് ചെയ്തില്ലേ, ഫോളോ അപ്പ് വിത്ത് ന്യൂ ഡിസൈൻ. അപ്പൊ ഈ ഓപ്പൺ ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഏതൊരു കുട്ടിയായിട്ടുള്ള ചാറ്റ് ആണോ നമുക്ക് ആ സമയത്ത് കൊടുക്കേണ്ടത്, അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്യുമല്ലോ ഇന്ന സമയത്ത് മെസ്സേജ് അയക്കാണ്. അപ്പൊ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഇവിടെ വരും ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ. അതിന്റെ ആവശ്യം ഓപ്പൺ ചാറ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ ആ ചാറ്റിലായിരിക്കും പോയി ലാൻഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇതിപ്പോ നമുക്ക് ഒരു കമ്പനിയിൽ തന്നെ എത്ര യൂസേഴ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ലാപ്പിൽ വേണമെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. നോ ലിമിറ്റേഷൻ. ഞാൻ എന്റെ സെഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് സെഷൻ എങ്ങനെ ഉണ്ടെന്ന് 1-2 പേര് റിവ്യൂസ് തരുമോ എനിക്ക്? ഈ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് മെസ്സേജ് ബൾക്കായിട്ട് അയക്കാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ? നമ്പർ സേവ് ചെയ്യാതെ ഇതിലൂടെ അയക്കാം, പക്ഷേ ബൾക്ക് അയക്കുന്നത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല്ല. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിന് ഒഫീഷ്യൽ API എടുക്കാൻ പറ്റും. അതിന് സപ്പോർട്ട് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സപ്പോർട്ട് ചെയ്തു തരാം വാട്സപ്പ് ഒഫീഷ്യൽ API എടുക്കുന്നതിന്. അത് ചാർജബിൾ ആണോ? അത് ബില്ലബിൾ ആണ്. അത് ഒരു മെസ്സേജിന് 17 പൈസ വെച്ച് നമ്മൾ വാട്സപ്പിന് പേ ചെയ്യുകയും അതേപോലെ തന്നെ ഇയർലി 5,000 റുപ്പീസോ 8,000 റുപ്പീസോ സംതിങ് കോസ്റ്റ് വരുന്നുണ്ട്. അത് എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഒഫീഷ്യൽ ആണ്, ഒരിക്കലും അതൊരു ബാൻ കിട്ടില്ല. ഓക്കെ. ഈ സെഷന്റെ റെക്കോർഡ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? റെക്കോർഡഡ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യും. എവിടെ ഷെയർ ചെയ്യുന്നത്? നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട് അത് ഷെയർ ചെയ്ത് തരും. ഓക്കെ. താങ്ക് യു. ഇതിനൊരു ഓഫ്ലൈൻ ട്രെയിനിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് വെക്കാനുള്ള സംവിധാനം ഉണ്ടോ? തീർച്ചയായും സാർ. നമ്മളിപ്പം സാറ് നമ്മുടെ വിനോദ് സാർ എത്തിയ കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എല്ലാം, അതായത് ഫുൾ, അതായത് ബിസിനസ് ഓട്ടോമേഷനും മാർക്കറ്റിംഗ് എല്ലാം നമ്മളൊരു സെഷൻ എടുക്കുന്നുണ്ടാവും. എനിക്കിത് സെഷൻ വളരെ നന്നായിരുന്നു. ഞാൻ ആക്ച്വലി പാതി വെച്ചാണ് ജോയിൻ ചെയ്തത്. ഞാൻ പോർട്ടൽ ലോഗിൻ ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ച് കണ്ടുള്ളൂ. സ്വയം വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഞാൻ ആക്ച്വലി കണ്ടില്ല. പക്ഷേ അതിന് ശേഷമുള്ളതെല്ലാം വളരെ നന്നായിരുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പറയുന്നതും എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ തിരിച്ചു ചോദിക്കുന്ന ഡൗട്ടും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി യൂസ്ഫുൾ. സോ ഐ എം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത്. താങ്ക് യു വെരി മച്ച് സർ. വേറൊരാളോട് നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി തന്നെ വെരി യൂസ്ഫുൾ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയില്ല എന്നൊരു ഇതാണ്. അത് ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരു സെഷൻ ആയിരുന്നു. ബട്ട് ഐ വാസ് ഹെൽപ്ലെസ്. ഓക്കെ, അതുകൊണ്ട് റെക്കോർഡഡ് വീഡിയോയും ഫർദർ പ്രൊസീഡിങ്സും, പിന്നെ സാറ് വന്നു കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു ഫുൾ സെഷൻ വെക്കുമെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഡെഫിനറ്റ്ലി ഐ എം ലുക്കിംഗ് ഫോർവേഡ് ദാറ്റ്. എനിവേ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമുക്ക് എനിക്കും അത് നല്ലൊരു ക്ലാസ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി എൻ്റെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണല്ലോ ചെയ്തിരുന്നത്. പിന്നെ ഒരുപാട് ഡൗട്ട്സുകൾ ഇനിയും ഉണ്ട്. കുറെയൊക്കെ ക്ലാരി ആയിട്ട്, ഏതായാലും ഫസ്റ്റ് സെക്ഷൻ ആണല്ലോ എനിക്കിത് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ വ്യക്തമായിട്ടും ക്ലാരിഫിക്കേഷനും കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും ഒരു പുതിയ സോഫ്റ്റ്വെയർ എന്നുള്ളൊരു ഒരുപാടുണ്ട്. പലതും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ എന്തെങ്കിലും എനിക്ക് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചോദിച്ചോണ്ട്. മാത്രമല്ല, ഞാൻ ഇന്നിവിടെ 1-2 സ്റ്റാഫുകൾ ഉണ്ടായതുകൊണ്ട്, ഇന്റർവ്യൂ ആയതുകൊണ്ട് അതിന്റെ ഒരു സെക്ഷനിലേക്ക് പെട്ടതുകൊണ്ട് കുറച്ച് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ 1-2 സ്റ്റാഫ്, അപ്പൊ അതുകൊണ്ട് അവർക്കും പറ്റിയിട്ടില്ല. എന്തായാലും എനിവേ വണ്ടർഫുൾ, നല്ല ഉഷാറായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ പ്രത്യേക അപ്രിഷിയേഷൻ തരികയാണ്. പ്രത്യേകിച്ച് വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നു. നമ്മൾ എന്താണേലും നിങ്ങളുടെ കൂടെ, നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ 100 ഫയൽ എന്ന് പറയുന്ന ഡ്രീമിൽ, അല്ലെങ്കിൽ ആ ഒരു വിഷനിൽ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെയും ഒരു നീഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരെ കൊണ്ടും അത്രയും ഫയൽ നമുക്ക് ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പൊ ആ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ റീച്ച് ചെയ്യാൻ എന്താണെങ്കിലും, ഇപ്പം
ഞാൻ എന്റെ ഫുൾ 100% ഞാൻ ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് സപ്പോർട്ടിന് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ മാനേജുമായിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അതായത് നമ്മുടെ ഫ്രാഞ്ചൈസി പാർട്ണേഴ്സ് പലരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരുടെയും സോഷ്യൽ മീഡിയ ഞാൻ ചെക്ക് ചെയ്തപ്പം പലരും പ്രോപ്പർ അല്ല. അപ്പം അത് നിങ്ങൾക്ക് കുറച്ച് എത്ര അഫോർഡബിൾ ആയിട്ട് തരാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഏറ്റവും നമുക്കൊരു 5,000 റുപ്പീസ് ആണ് ഒരു മന്തിൽ. ഇപ്പൊ നിങ്ങൾ പുറത്ത് എവിടെ ചെയ്താലും മിനിമം 8,000 12,000 അതിന് മേപ്പോട്ടാണ്. അപ്പോൾ ഒന്ന് ഓൾറെഡി ഗ്രീൻ വേൾഡ് തന്നെ നിങ്ങൾക്ക് അത് ചെയ്ത് തരാനുള്ള ഒരു സിസ്റ്റം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് മീറ്റിംഗിൽ അത് ഡിസിഷൻ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നാൾ നമ്മൾ അങ്ങനെ ഓരോ ഫ്രാഞ്ചൈസിക്കും അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസിഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി നമുക്ക് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിരിക്കുമോ? പേഴ്സണലൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഗ്രീൻ വേൾഡ് ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്. ഇതിനെ കംപ്ലീറ്റ്ലി ഗിറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതായത് ഗ്രീൻ വേൾഡിന്റെ ഓണർഷിപ്പിൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ. അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് മാനേജ്മെന്റ് ആണ് റൺ ചെയ്യുന്നത് ഗിറ്റ്സ്. ഇതിപ്പോ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആണോ? ക്യാമ്പയിൻ നിങ്ങൾക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം. അതിന് ലീഡ് കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ കൺവേർഷൻ റേഷ്യോ കുറച്ചും കൂടി കൂടുതലാണ്. അതായത് ലീഡ് വാട്സ്ആപ്പ് നമ്മൾ മെസ്സേജ് വിളിക്കുമ്പോൾ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ അത് എന്താ? എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. എങ്ങനെയാ അത് വർക്ക് ചെയ്യുന്നത്? കസ്റ്റമർ വാട്സപ്പിലേക്കായിരിക്കും സാർ മെസ്സേജ് ചെയ്യാം. അതായത് ഒരു കസ്റ്റമർ ആഡ് ചെയ്താൽ റെസ്പോണ്ട് ചെയ്ത ലീഡ് നമ്പർ ആയിട്ടല്ല, നമുക്ക് വാട്സപ്പിൽ ഹായ് ഹലോ എന്ന രീതിക്ക് ഒരു മെസ്സേജ് ആയിട്ടായിരിക്കും വരും. ഓക്കെ. അപ്പൊ അതിന് കോസ്റ്റ് കൂടുതലാണ്. അത് ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് എന്റെ സൗദി റിയാലിലേക്ക് പോകുന്നു എന്റെ പേയ്മെന്റ്. മാറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. സാർ അത് അക്കൗണ്ട് സെറ്റിംഗ്സിനകത്ത് കൺട്രി സൗദി ആണ് ഡിഫോൾട്ട് കിടക്കുന്നത്, അതുകൊണ്ടാണ് ആ ഇഷ്യൂ. അത് ഞാൻ മാറ്റി ഇന്ത്യ ആക്കി, പക്ഷെ അത് വീണ്ടും പേയ്മെന്റ് വരുമ്പം റിയാൽ തന്നെ കാണിക്കുന്നു. അത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യുന്ന പയ്യൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞാൽ മതി, ഒരു പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇതിന് വൈറ്റ് ലേബലിനും ഗ്രീൻ ലേബലിനും ഡിഫറെന്റ് വെബ്സൈറ്റ്സ് മെനു ആണോ വരുന്നത്? കാരണം എനിക്ക് ഒന്നും എടുത്തും ഞാൻ നോക്കിയിട്ട് എന്റെ മെനു ആയിട്ട് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല. അല്ല, അതെ അതെ, എല്ലാ പാർട്ട്നേഴ്സിനും ഡിഫറെന്റ് ആണ്. അത് ഡിഫറെന്റ് കളർ തീമിലേക്ക് കിടക്കുന്നുണ്ടോ സാറേ? ഓരോ കളർ തീം വരുന്നതനുസരിച്ച് അത് മാറി വരും. ഇപ്പൊ സാറിന്റെ നമ്മൾ വരുമ്പോൾ ബ്ലൂ തീമിനാണല്ലോ ചെയ്യുക. ഇപ്പൊ പ്ലാസ്മേഡ് നമ്മൾ വൈറ്റ് ലേബിൾസ് കംപ്ലീറ്റ്ലി ശരിക്കും എൻ്റർലി ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണ്. ഗ്രീൻ ലേബിളിന് വരുമ്പോൾ എല്ലാം കോമൺ ഒറ്റ ഗ്രീൻ വേൾഡിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും വരിക. എനിക്ക് അതിന് ഗൈഡൻസ് വേണം. ഷുവർ സാർ, ഷുവർ, തീർച്ചയായും. ഓക്കെ, അശ്വതി നമുക്ക്. Okay, so thank you, Nikhil sir. The class was superb. I guess it was all cleared. And thank you, dear franchisee partners and staffs, for your participation. So let's wind up the session. Thank you all.